CBSE-കാരാ 9ാം ക്ലാസ്സിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിച്ചില്ല. ഈ വർഷം നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യമേ തന്നെ അജ്മലിൻ്റെ ഈ ഒരു തീരുമാനത്തെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഈ ഒരു തീരുമാനം നടപ്പിലാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ സ്മാർട്ട് ഫോൺസ് മാതാപിതാക്കളെ ഏൽപ്പിക്കുക. അജ്മലിനെ പോലെ ഈ വർഷം നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരം കുട്ടികൾ ആദ്യമേ ചെയ്യേണ്ടത് അവർ ഉപയോഗിച്ച് വരുന്ന സോഷ്യൽ മീഡിയ ആപ്സ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തുടക്കത്തിലെ അവരുടെ ഫോണുകൾ മാതാപിതാക്കളെ ഏൽപ്പിക്കുക എന്നതാണ്. കാരണം ഫോൺ ഉപയോഗം വിദ്യാർത്ഥികളുടെ പഠനത്തെ മോശമായി ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. സെക്കൻഡ് പോയിന്റ്, ക്രിയേറ്റ് എ ടൈം ടേബിൾ. പല വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് പഠിക്കാനായി സമയം കിട്ടുന്നില്ല എന്നുള്ളത്. സ്കൂളുകളിൽ നിന്നുള്ള അസൈൻമെൻറ്റ്സും ഹോംവർക്കും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ സമയം കിട്ടാറില്ല. എന്നാൽ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ സമയം കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നം ഈസിയായി പരിഹരിക്കാവുന്നതാണ്. തേർഡ് പോയിന്റ്, ക്ലിയർ ദ ബേസിക്സ് വെരി വെൽ. ക്ലാസ് 10ലെ ഫിസിക്സിലെ 2 ചാപ്റ്റേഴ്സിൽ തിയറിയേക്കാൾ കൂടുതൽ കാൽക്കുലേഷൻ പാർട്ടുകളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ മാത്സിലും തീർച്ചയായും കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് കാൽക്കുലേഷൻ്റെ ബേസിക്സ് തീരെ അറിയാത്ത വിദ്യാർത്ഥികൾ അത് നന്നായി പഠിച്ചിട്ട് വേണം ക്ലാസ് 10ലെ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയില്ല. ഫൈനൽ പോയിന്റ്, സ്റ്റഡി ദ ടോപ്പിക്സ് ഡെയിലി. ഓരോ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ അന്നന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. മാത്സും ഫിസിക്സും പോലുള്ള സബ്ജക്റ്റിലെ കാൽക്കുലേഷൻ പാർട്സ് ഡെയിലി ചെയ്ത് പഠിക്കുക. ഓരോ ആഴ്ചയിലും പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ ആ ആഴ്ചയിലെ ശനിയാഴ്ചയോ ഞായറാഴ്ചകളിലോ അത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്കം മുതൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ക്ലാസ് 10ൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. താങ്ക്